മഹാനരായ സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, മടവൂര് ശൈഖുനയുടെ കൂടെ ജീവിച്ച ആളാണ്. വടകര മമ്മദാജി തങ്ങൾ ഉപ്പാപ്പ അഖുതാബീങ്ങളിൽ പ്രധാനിയാണ്. അവരെ കൂടെ തന്നെ ജീവിച്ചതാണ് യഹിയൽ ബുഖാരി തങ്ങൾ. ഞാൻ പറയുന്നു, മശായിഖുമായി ബന്ധപ്പെട്ട ആളുകളെ പോലും ഇവർ ആക്ഷേപിക്കുകയും നിന്ദിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന കാലം. എൻ്റെ പ്രിയപ്പെട്ട ആളുകളെ, ഇതിൻ്റെ ഗൗരവം അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ടവരെ നിന്ദിച്ചാൽ നഷ്ടപ്പെടുന്നത് ആഖിറമാണ് എന്ന ബോധമുണ്ടായില്ല. പഴയ കാലത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലേ, നമ്മൾ അന്നൊക്കെ കാണുന്നൊരു ഫോട്ടോ ഒന്ന് വെച്ചു കൊടുക്ക്. കണ്ടോ നിങ്ങൾ? അതിൽ മുന്നിൽ ഫാനിട്ട് നിൽക്കുന്നത് മഹാനരായ ശൈഖുൽ മശായിഖ് ഖുതുബുൽ ആലം ശൈഖുനയാണ്. കൊടചൂടി അപ്പുറത്തുള്ളതാരാ? മഹാനരായ യഹിയൽ ബുഖാരി തങ്ങളാ. മടവൂർ കോട്ടയിൽ അന്നത്തെ പഴയ കാലത്തെ ചിത്രമാണത്. പേൻറ്റിട്ടാ വലിയാവൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മടവൂർ മക്കാമിലേക്ക് പോകരുത് കേട്ടോ. പിന്നെന്തിനാ അങ്ങോട്ട് പോണ്? ഇന്നലെയുണ്ടല്ലോ അവിടെ കണ്ടിന് അല്ലേ? എന്നിട്ടാ കാണിച്ചു കൊടുക്കണ്ട, ഞങ്ങൾ ഉസ്താദ് മടവൂരിലൊക്കെ പോണ ആളാന്ന് പറഞ്ഞ് അറിയിക്കണപ്പോൾ. എന്നിട്ടോ നമ്മളെ കൂട്ടത്തിൽ നല്ല ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധി പോലും ഇല്ലേനും. മക്ബറിൻ്റെ അവിടെ പോയിട്ട് സജീവാണ്, ആരാ കൈമുത്താൻ എന്നൊക്കെ നോക്കി ഇങ്ങനെ വന്ന് നേരെ പിൻഭാഗം മക്ബറയിലാക്കിയിട്ടാണ് നടത്തം. ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് വലിയ വലിയ ആളുകൾ പോകുന്നത്. മടവൂര് മക്കാമ് പിന്നിട്ട് പോരുമ്പോൾ നമ്മളെ മുൻഭാഗം അവിടേക്കാക്കിയല്ലേ പോരണ്ടി. നാടന്മാർക്കറിയില്ലേ മസല? അകടക്കട്ടെ പിന്നീട് പറയുന്നുണ്ട്. ഇതൊന്നും വിടാൻ പോണില്ലത്. എന്നിട്ട് മറ്റവും കൂടിയുണ്ട്, ഇൻ്റർനാഷണൽ ദായിൻ്റെ പിൻഗാമിയായി വരാൻ പോകേണ്ട ഒരു ചങ്ങായി ഉണ്ടല്ലോ, ഓൻ്റെ കൂടിയുണ്ട്. എന്നാ ഓനൊന്ന് പറഞ്ഞു കൊടുത്തില്ലത്. എവിടേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? അദബ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല. അപ്പോൾ മഹാനരായ യഹിയൽ ബുഖാരി തങ്ങൾ അതാരാന്ന് ഞാനൊരു സഖാഫിയെ കൊണ്ട് പറയിപ്പിച്ചു തരാം. ആ സഖാഫിയെ കൊണ്ട് പറയിപ്പിക്കാനുള്ള കാരണമുണ്ട്, അത് പിന്നെ പറഞ്ഞുതരാം. അത് ഹമീദ് സഖാഫി എന്ന് പറഞ്ഞ ഒരാൾ ആരാണ് യഹിയൽ ബുഖാരി തങ്ങൾ എന്ന് പറഞ്ഞുതരും. ഒരു മിനിറ്റ് കേൾപ്പിച്ചു കൊടുക്കും. ആത്മീയ ഗുരു സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ. സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ ഞങ്ങൾ കേട്ടത് അങ്ങനെയല്ല. വടിത്തങ്ങൾ ഞങ്ങൾ കേട്ടത് അങ്ങനെയല്ല. ഞങ്ങൾ കേൾക്കുന്നത്, ഞാൻ കേൾക്കുന്നത് എൻ്റെ ഷെയ്ഖായ ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങളിൽ നിന്നും നേരിട്ട് കേൾക്കുന്നത് ഷാദുലി തങ്ങൾ എന്നാണ്. ഷാദുലി തങ്ങൾ വരുന്നുണ്ട്. ജീവിതകാലത്ത് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഷാദുലി തങ്ങൾ വരുന്നുണ്ട്. നമുക്കറിയാം, ഷാദുലി ഹൽക്കയിൽ അതിൻ്റെതായ ആ ഹൽക്ക ഒരു നല്ല പുഷ്ടിപ്പ് കിട്ടണമെങ്കിൽ, നല്ല ഭംഗി കിട്ടണമെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ ഉണ്ടാവണം. ഒരിക്കൽ ശൈഖുന വടകര എന്താ പറഞ്ഞേ? വടകര അവരെ സംബന്ധിച്ച് പറയുന്നത് വടിത്തങ്ങളെന്നോ യഹിയൽ ബുഖാരി തങ്ങളോ ഒന്നൊന്നും അല്ല. പിന്നെന്താ പറഞ്ഞേ? ഷാദുലി ഇമാമാണ് എന്നാണ്. ഷാദുലി ഇമാമാണ്, കാലഘട്ടത്തിലെ ഷാദുലി ഇമാമാണ് അവർ. അവരില്ലെങ്കിൽ പിന്നെ ഒരു റൂഹ് ഉണ്ടാവില്ല ഷാദുലി റാത്തീബിന് എന്നാണ്. അതല്ലേ നിങ്ങളടക്കം അവരെ സംബന്ധിച്ച് പ്രസംഗിച്ചത്? എന്നിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം എന്താ ഉണ്ടായത്? മഹാനരായ വടകര മമ്മദാജി തങ്ങൾ ഉപ്പാപ്പയുടെ ഉറൂസ് നടക്കുന്നു. ആ ഉറൂസിൻ്റെ ദിവസത്തിൽ രാത്രി ഷാദുലി റാത്തീബ് നടക്കുന്നു. ശരിക്കും ചിന്തിച്ചോളി, നമ്മളിതൊക്കെ പറയുന്നത് വഹാബി ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ ഇവർ അതപ്പതിച്ചു പോയി നമ്മൾ പറയുമ്പോൾ പലരും ചോദിച്ചു എന്തിനാ അത്രത്തോളം പറഞ്ഞത്. ഞാൻ അതിൻ്റെ കാര്യകാരണങ്ങളാണ് ഒന്നിന് പിന്നിൽ ഒന്നായി കൊണ്ടുവന്നത്. ഏറ്റവും ഒടുവിൽ മടവൂർ ശൈഖുനയുടെയും
വടകര ശൈഖ് അവറുകളുടെയും കൂടെ ജീവിച്ച മഹാനരായ യഹ്യൽ ബുഖാരി തങ്ങൾ, അത് ഷാദുലി ഇമാമാണെന്നാണ് വടകര ഒരു പരിചയപ്പെടുത്തൽ എന്നാ പറഞ്ഞത്. വടകര മുഹമ്മദാജി തങ്ങൾ ഉള്ള കാലത്ത് തന്നെ മിഅ്റാജ് നേർച്ച നടക്കും. ആ മിഅ്റാജ് നേർച്ചയിൽ ഷാദുലി റാത്തീബിന് ആരാ നേതൃത്വം നൽകുക? യഹ്യൽ ബുഖാരി തങ്ങളാണ്. തിരൂരിൽ വാണിയന്നൂരിൽ അവിടെ ഹൽക്ക നടക്കും ഷാദുലി. ഓരുള്ള കാലത്ത് തന്നെ ആരാ നേതൃത്വം? മഹാനരായ യഹ്യൽ ബുഖാരി തങ്ങളാണ്. ആ കാലത്ത് പള്ളിക്ക് തറക്കല്ലിടാൻ വരെ തങ്ങളെ കാത്തു നിൽക്കുന്നതാണ്. അത്രയും പരിഗണിച്ച് കൂടെ നിർത്തിയതാണ്. രണ്ട് ഹദറത്തിലും വളരെ അദബിൽ ജീവിച്ച് അത്യുന്നതമായ അവസ്ഥയിലെത്തിയ ആളാ ഷാദുലി തങ്ങൾ എന്നല്ലേ പറഞ്ഞു, ഷാദുലി ഇമാം. പക്ഷേ കഴിഞ്ഞ ദിവസം എന്താ ഉണ്ടായത്? മഹാനവറുകൾ വരികയാണ് ഷാദുലി റാത്തീബ് നടത്താൻ വടകര മഖാമിൽ. എന്താ ചെയ്തത് വരുന്നറിയോ? തങ്ങളെ തടഞ്ഞു. ഷാദുലി ഹൽക്കയിലേക്ക് കടക്കാൻ പോലും അനുവദിച്ചില്ല. എന്താ കാരണം? ഈ കാലഘട്ടത്തിലെ മശായിഖുമായി അവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതാണ് വലിയ രസം. മടവൂർ ശൈഖുനയുടെയും വടകര മഹാനവറുകളുടെയും വഴിയിൽ ഇന്നുള്ള മഹത്തുക്കളുമായി ബന്ധമുണ്ട് എന്നതിൻ്റെ പേരിൽ വടകര മുഹമ്മദാജി തങ്ങളുപ്പാപ്പയുടെ മഖാമിൽ നടക്കുന്ന ഷാദുലി, ആ ഷാദുലിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല. എന്താ അവിടെ നമുക്ക് പറയാനുള്ളത്? തങ്ങൾ വരുന്നു, സിയാറത്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഏത് ഭക്ഷണം? ഇപ്പറഞ്ഞ ആളുകളുടെ തറവാട് സ്വത്തുനിന്ന് കൊണ്ടുവന്ന ഭക്ഷണമല്ലത്. മുഹമ്മദാജി തങ്ങളുപ്പാപ്പയുടെ ഉറൂസിന്റെ ഭക്ഷണം. ആ ഭക്ഷണം കഴിക്കുന്ന തങ്ങളെ ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്നിട്ട് പറയാണ് എന്ത്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേഗം സ്ഥലം വിട്ടോളണം, വേഗം വിട്ടോളണം. ആരാ നേതൃത്വം? ഇപ്പം നിങ്ങൾ കേട്ടില്ലേ, ഷാദുലി തങ്ങളാണ് എന്നാണ് ഞങ്ങളെ ഷെയ്ഖ് പറഞ്ഞതെന്ന്. അപ്പൊ അത്രയും പറഞ്ഞ ആളുകളാണ് ഈ ഗുണ്ടായിസത്തിന് നേതൃത്വം നൽകുന്നത്. ഒരു സാമാന്യ മര്യാദയല്ലേ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ തീർന്നിട്ട് പറയാം. ഈ തങ്ങളങ്ങോട്ട് വരണ്ടാന്നാണെങ്കിൽ തങ്ങളെ ഒറ്റക്ക് വിളിച്ച് പറഞ്ഞാൽ പോലെ, നിങ്ങളങ്ങോട്ട് വരണ്ട. അതങ്ങനല്ല, ആദ്യം ഒരു ചർച്ച. ഇവിടെ അങ്ങനെ അനുവദിക്കാൻ പറ്റൂല. ഇവിടെ നേതൃത്വം നൽകിയാൽ മുതാലിമീങ്ങളൊക്കെ എന്ത് മനസ്സിലാക്കും? അതുകൊണ്ട് തടയണം എന്ന് ഔദ്യോഗികമായി അവർ നിന്ന് ചർച്ച ചെയ്യാണ്. അതിൻ്റെ മുമ്പ് ചർച്ച വേറെ നടന്നിട്ടുണ്ട്, നോളേജ് സിറ്റിയിലും മറ്റോടത്തൊക്കെ. അതിൻ്റെ ശേഷമുള്ള ചർച്ച, ആ ചർച്ചയിൽ അവർ തങ്ങളെ തടയാനുള്ള പ്ലാൻ ഇടുകയാണ്. അതൊന്ന് കണ്ടോളൂ നിങ്ങൾ. ഇവരുടെ ഈ രൂപത്തിലുള്ള ഗുണ്ടായുസത്തെയാണ്, അതും ആർക്ക് നേരെ? മശായിഖുമാരുടെ കൂടെ നടന്ന് അവർ തന്നെ വലിയ സ്ഥാനം കൊടുത്ത് കൊണ്ടു നടന്ന മഹാന്മാർക്കെതിരിൽ വെച്ചു കൊടുക്കുക. ഇതിന്റെ പിന്നെ കുറെ ആൾക്കാരുണ്ട്, പാവപ്പെട്ട മുത്തല്ലിമീങ്ങൾ. ഇവരെല്ലാം വിചാരിക്കും ഇത് വലിയ ആൾക്കാരാണ്. ആരെങ്കിലും പുറത്ത് കണ്ടാ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന അതിനെ കാര്യമായിട്ട് പറഞ്ഞത് വിളിക്കാന്ന് പറഞ്ഞെങ്കിൽ എല്ലാവരും എതിർക്കില്ല. പിന്നെ വാട്സപ്പിലിട്ട് പോല എല്ലാപ്പാരെ വിളിച്ചിട്ട് വരുന്നവരെ 3 വണ്ടിയിലാണ് ഞാൻ വിളിച്ചിട്ടുണ്ടാവും. പണ്ടുകൊണ്ടേ വരുന്നല്ലേ, കാരണം നാളെ വരും. അങ്ങനെയാണ് നാളെ വരും. ഇതിനകത്ത് തെളിവാകണ്ട, വിശ്വാസമാണ് തെളിവ്. വരുന്നാളെ വിശ്വാസം മാറേണ്ട നമ്മളാളെ മാറ്റിയിരുന്നത് തങ്ങളാലും വലിയാറാണ്. ഒരു പണ്ട് എങ്ങനെ തടയണം? ഇതാ ചർച്ച. എന്തായാലും സ്വകാര്യമായിട്ടൊക്കെ പോയാണെങ്കിൽ അഫ്വ ചെയ്യുന്നു. പക്ഷേ പോയി വീഡിയോ വരെ പുറത്തു വന്നു. ഇനി ഇവിടെ നേതൃത്വം നൽകാൻ സമ്മതിക്കാൻ പാടില്ല എന്ന് ചർച്ച ചെയ്യുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും ചോദിക്കാണ്ട് എന്താ നിങ്ങൾക്ക് പണി? സംഘടനയ്ക്ക് എഴുതി കൊടുത്തൊന്നുമല്ലല്ലോ. വടകര ഓരോ മക്കാമ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വരുന്ന സ്ഥലമാണ്. അവിടെ എല്ലാവർക്കും വരാം.
മാത്രമല്ല വടകര ഓരുടെ ജീവിതകാലത്ത് തന്നെ പലപ്പോഴും തങ്ങൾ നിന്നിരുന്നത് ഹൈന്ദവ സഹോദരങ്ങളെ വീട്ടിലായിരുന്നു. അപ്പോൾ അവരും വരും, അവിടെ എല്ലാവരും വരും. അങ്ങനെ വരുമ്പോൾ തടയാൻ ഇവർക്കെന്ത് അധികാരം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മടവൂരും മമ്പുറത്തൊക്കെ വരെ കയ്യിലാണ് മക്കാമെങ്കിൽ നമുക്ക് കണ്ടു പോകാൻ കഴിയും? അല്ല കാത്തതാണ്. ഇവരിൽ നിന്ന് ഈ മക്കാമുകളൊക്കെ സലാമത്താക്കിയത് അതിനു വേണ്ടിയാണ്. എന്നിട്ട് മഹാനരായ സയ്യിദ് അവറുകൾ അങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ കണ്ടോ, തങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. അടുത്ത വീഡിയോ വളരെ ശ്രദ്ധയോടെ വീണ്ടും വീണ്ടും കേൾക്കണം, കൂടുതൽ ആവർത്തിക്കാൻ കഴിയില്ലല്ലോ. അതിൻ്റെ ചെറിയ ഒരു ഡോസ്, ഒരുപാടുണ്ടത്, തടയുന്ന രംഗങ്ങൾ. അതിൻ്റെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം ഇപ്പം ഞാൻ കാണിക്കാം. അതിലെന്താ പറയുന്ന അറിയോ? തങ്ങളവറുകൾ ഭക്ഷണം കഴിക്കുന്നത് കാണാം. തങ്ങളവറുകൾ ആളുകളുണ്ട്. അതിൽ ശബ്ദമുണ്ടാക്കി ഈ ഗുണ്ടകൾ, AP സമസ്തയുടെ ഗുണ്ടകൾ ഇരച്ച് കയറുകയാണ്. കയറിയിട്ട് തങ്ങളോട് തന്നെ പറയാണ്, സ്ഥലം വിടണം, ഭക്ഷണം കഴിച്ച് ഇവിടെ നിൽക്കാൻ പാടില്ല. ഒരാൾ വന്ന് ചോദിക്കാണ്, ഇവിടുന്ന് വിടൂലേ, സ്ഥലം വിടൂലേ? തങ്ങൾ പറഞ്ഞു, കഴിച്ചു തീർന്നോട്ടെ, ഞാൻ പോയിക്കോളാം. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ബലശാതുലിയിൽ പങ്കെടുത്താത്തതുകൊണ്ട് തങ്ങൾക്കൊന്നും വരാനില്ല. തങ്ങളെ ഒരു പുറത്താക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരെയാ പുറത്താക്കുന്നത്? വടകര ഓരയാണ്. വടകര ഓര അവിടെ നിന്ന് പോകുന്നു എന്നല്ലേ എൻ്റെ മകന. ആ രൂപത്തിൽ ഒരു സാധാരണ ആളെ ചരിത്രങ്ങൾ എടുത്തു നോക്കി. ഒന്നും പഠിക്കാത്ത നാടൻ ഒരു ഭക്ഷണം കഴിക്കുന്നിടത്താണ് ഒരു വിഷയങ്ങൾ കഴിച്ചു കഴിഞ്ഞോട്ടെ എന്ന് വിചാരിക്കൂലേ? അതിന് വരെ അനുവദിച്ചില്ല. അപ്പോഴേക്കും അവർക്ക് പറയേറ്റ് കണ്ട്. കാരണം ഭക്ഷണം കഴിച്ച് കുറച്ചുകൂടി അവിടെ നിന്നാൽ പിന്നെ ഓലെ പണി നടക്കൂല. തങ്ങളങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ഇത് ബാത്തിലാവുന്നുള്ള പേടിയാണ്, അറ്റാക്ക് ചെയ്യാണ്. തങ്ങളോട് പ്രത്യേകം പോയി പറയാണ്, എന്താ നിങ്ങളെ അഭിപ്രായം? തങ്ങൾ പറഞ്ഞു, ഞാൻ വേഗം പോയിക്കോളാം, അത് മതി എന്ന് പറഞ്ഞു. അത് മതി, അതാ നമുക്ക് കിട്ടേണ്ടത്. എത്രയോ കാലം അവിടുത്തെ മുരീദായി ജീവിച്ച് ഷാദുലിക്ക് വരെ നേതൃത്വം നൽകാൻ ഏൽപ്പിച്ച മഹാനവറുകൾ നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ കാടത്തമല്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. വെച്ചു കൊടുക്കൂ. നിങ്ങളാണ് ഈ സൈഡിൽ ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. തങ്ങളോട് ചോദിക്കാം, എത്ര ഉണ്ട് ഇതെന്നറിയാം. എൻ്റെ ചെറിയ ഭാഗം കാണിച്ച് ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്ന് ശബ്ദമുണ്ടാക്കി അറ്റാക്ക് ചെയ്ത് തങ്ങളോനെ വിളിച്ചു പറഞ്ഞു, ഒച്ച ഉണ്ടാക്കണ്ട, അത് കഴിച്ചാൽ ഞാൻ പോവും. ആരെ ചോറ തിന്നുന്നത്? വടകര ഓര ചോറാണ്. നേരത്തെ പ്രസംഗിച്ച് ഷാദുലി തങ്ങളാണ് എന്ന് പറഞ്ഞ ആളാണ് ഹെഡ്. എന്നിട്ട് ഇവർക്ക് ഇതിൻ്റെ ഒക്കെ മരത്തിൻ്റെ നമ്മൾ പറയില്ല വേര്, ഈ മുഴുവൻ പ്രശ്നത്തിൻ്റെ അടിവേര് ആ വാപ്പയും മോനുമാണ്. ഇന്റർനാഷണൽ ദാഴിയാണ് ഇതിന് നിർദ്ദേശിക്കുന്നത്. ആ നിർദ്ദേശത്തിന് സമ്മതം മൂളുന്നത് വാപ്പയുമാണ്. ഇവരെ സമ്മതത്തിൽ അള്ളാന്റെ ഔലിയാക്കളെ കൂടെ ജീവിച്ച ഒരു അഹ്ലുബൈത്തിൽപ്പെട്ട വയസ്സായ ഒരാളെ, ഒന്നുമില്ല അഹ്ലുബൈത്തല്ലേ, അവർ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് വന്നിട്ട് ഒച്ചുണ്ടാക്കി ഇപ്പൊ പുറത്തു പോകണം, ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ ഗുണ്ടായിസമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മഹാനെതിരല്ല. അത് ഞങ്ങൾ വെറുതെ പറയാണോ? ഇവന് ബിദ്അത്തുകാരെക്കാൾ, വഹാബിയേക്കാൾ, ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ അപ്പുറത്തെത്തി എന്നത് കാര്യകാരണങ്ങൾ സഹിതമല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തങ്ങളവർക്ക് വിഷമിക്കേണ്ടി വരില്ല. തങ്ങളവറുകൾ ഏതു വഴിയിലാണോ ഉള്ളത് ആ വഴിയിൽ തന്നെയാണ് തങ്ങളുള്ളത് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് കാലഘട്ടത്തിലെ ഉന്നതാധികാരികളായ മശായിഖുമാർ തങ്ങൾക്ക് അവസരം നൽകുകയാണ്. കണ്ടോ നിങ്ങൾ ആ ഫോട്ടോ കണ്ട് AP കൂടാരം വിറച്ചുപോയി. എന്തായിരുന്നു ആ ഫോട്ടോ? വെച്ചു കൊടുക്ക്. തങ്ങളവറുകൾ എത്തേണ്ട സ്ഥലത്ത് എത്തുകയാണ്. നേരത്തെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇരുന്ന സ്ഥലം, ചെറിയ പി ഉസ്താദ് ഇരുന്ന സ്ഥലം, അതെ 10-40 കൊല്ലം നിങ്ങൾക്ക് ഉപദേശം തന്ന ഹദറത്ത് എത്തേണ്ടടുത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇരിക്കുകയാണ്. അപ്പോൾ അതിന് വലിയ ചോദിക്കുക, അവിടെ എത്തിയോ? ഇനിയിപ്പോ രക്ഷയില്ലട്ടോ, ഇനിയിപ്പോ രക്ഷയില്ല.
നിങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട്, നിങ്ങൾ പുറത്താക്കിയത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കും എന്ന് തോന്നണ്ട. എത്തേണ്ട ഹദ്റത്തിൽ സയ്യിദ് അവറുകൾ എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, തങ്ങളവറുകൾക്ക് ധൈര്യം നൽകുന്ന വാക്കുകളാണ് പിന്നീട് പറഞ്ഞത്. എന്താ പറഞ്ഞെന്നറിയോ? അവര് പറഞ്ഞത് ഇവിടെ സംഭവിച്ചിട്ടേ ഉള്ളൂ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട് അരണന്റെ ബുദ്ധിയാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ആ പറഞ്ഞ വാക്ക് സ്ഥിരീകരിക്കുന്ന സംഭവങ്ങളല്ലേ പിന്നീട് നടന്നത്. അവിടെ എത്തിയപ്പോ എന്താ പറഞ്ഞെന്നറിയോ? ഇവരോട് കളി വേണ്ട, ഇവരോട് കളി വേണ്ട. ആര് കളിച്ചാലും അതിന്റെ ഫലം അവർ അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് പറയാ ഉദാഹരണ സഹിതം. അവരെ ബയാൻ ഖുർആനാണല്ലോ, ഖുർആനിന്റെ ശൈലിയ. വ്യക്തമായി ഖുർആനിൽ ഞങ്ങൾ വിഷയം പറയുമ്പോൾ ഉദാഹരണ അടക്കം പറഞ്ഞു കൊടുക്കും, അതിനത് മനസ്സിലാകാൻ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കോഴിയെ, നമ്മളെ വീട്ടിൽ വളർത്തുന്ന ഒരു കോഴിയെ ആരെങ്കിലും ആക്രമിച്ചാൽ കോഴി പകരം ചോദിക്കലുണ്ടോ? കോഴി പകരം ചോദിക്കൂല, കോഴിന്റെ ഉടമസ്ഥനാണ് പകരം ചോദിക്കുക. മനസ്സിലായോ? സർപ്പത്തെ നിങ്ങൾ ആക്രമിച്ചാൽ സർപ്പദോഷം എന്നറിയുന്ന ഒരു സംഭവമുണ്ട്, അതാ നിങ്ങളെ പിടികൂടുക എന്ന് പറഞ്ഞ പോലെ ഈ സയ്യിദ് അവറുകളെ നിങ്ങൾ ആക്രമിച്ചാൽ സയ്യിദ് അവറുകൾ അല്ല തിരിച്ചു തരുന്നത്, ഉടമസ്ഥരായ മശായിഖുമാർ നേരിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യുമെന്നാണ് മഹാനരായ ആ ഹദ്റത്തിൽ നിന്നുള്ള സംസാരം. അങ്ങനെയാണെങ്കിൽ തടഞ്ഞാൽ എന്താ പ്രശ്നം? തടഞ്ഞതുകൊണ്ട് ഇസ്സത്തിലല്ലേ എത്തിയത് തങ്ങൾ? ആ വാക്കുകൾ കേൾക്കാം. അതിനനുസരിച്ച് ഒരു ഭാഗത്ത് മുന്നോട്ട് തിരിഞ്ഞോട്ടൊരു സമാധാനത്തിൽ ഇരിക്കുക, കിടക്കുക, പോവുകയോ വരികയൊക്കെ ചെയ്തോട്ടെ. അതിനൊരു ഇടങ്ങറുണ്ടാക്കും. ആരും അതിന് കയറി കളിക്കണ്ട, കളിച്ചാൽ പറഞ്ഞില്ലാന്ന് വേണ്ട. കോയിനാരോ കല്ലെടുത്ത് തന്നെ കോയി പോയി ചോദിക്കല, കോയിന് ഉടമ ഉണ്ടാവുമല്ലോ, ഉടമേനെ പോയി ചോദിക്കുക. കോഴി ആരോടെ പോയി ചോദിക്കും. ഒറ്റയുടെ ഒരു കോയിനെ വേറൊരാൾ കല്ലെടുത്ത് പറഞ്ഞാൽ എന്താ പറയുക? കോഴി എന്തോ ചോദിക്കും, എന്തോ പറയുക. സർപ്പത്തിന് ഓപിച്ച സർപ്പം എന്തോ ചെയ്യും, എന്തോ ചെയ്യലുണ്ടോ, ചെയ്യിക്കുന്നു, വെട്ടുന്നു. അപ്പൊ അതിലൊന്നും നിൽക്കണ്ട. വളരെ ശക്തമായ വാക്കാ പറഞ്ഞത്. കേറി കളിക്കണ്ട, കളിച്ചാൽ വിടൂല, പറഞ്ഞില്ല എന്ന് പറയണ്ട. ആ വാക്ക് അത് കാലഘട്ടത്തിന്റെ ശബ്ദമാണത്. തുടങ്ങിയല്ലോ 4 ഭാഗത്ത്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോ മാത്രല്ല തീർത്ത് തങ്ങളോട് പറയുന്നുണ്ട്, അതൊക്കെ കൃത്യമാക്കിയ വാക്കുകളല്ലേ, നിങ്ങളാരും നോക്കണ്ട. 2 ആജിമാരെ പേരൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളാ. നിങ്ങളോലൊന്നും നോക്കന്നെ വേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഓര് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ധൈര്യത്തിൽ നിങ്ങൾ നിൽക്കണമെന്ന അതിശക്തമായ ഉപദേശം, അത് ഉപദേശിക്കാൻ ഒരിടമുണ്ടാവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം.